എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ ചാറ്റിലേക്ക് സ്വാഗതം. അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന സെപ്റ്റംബർ 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ടെമ്പറൻസ്, 4 of Cups, 9 of Swords, Ace of Wands, Queen of Wands, the Star card. ഓക്കെ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം എന്ന് പറയുന്നത് പൊതുവിൽ നിങ്ങളുടെ ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് നിങ്ങളായിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനായിട്ട് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ഇറങ്ങാൻ പറ്റില്ല. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് തരുകയാണ് എങ്കിൽ, അതായത് നിങ്ങളായിട്ട് ഒന്നിലേക്ക് മുന്നോട്ടേക്ക് പോകാതെ കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിയിരുന്നെങ്കിൽ എന്നുള്ളൊരു കാഴ്ചപ്പാട്, എന്നുള്ളൊരു ചിന്താഗതിയോട് കൂടിയിട്ട് ജീവിതം മുന്നോട്ടേക്ക് പോകുന്നൊരു സിറ്റുവേഷനാണ്. അപ്പോൾ ഫസ്റ്റ് ടെമ്പറൻസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ലൈഫിൽ ബാലൻസ് കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, ജീവിതത്തിൽ മുന്നോട്ടേക്ക് ബാലൻസ് കൊണ്ടുവരാൻ. പക്ഷേ അതിന് വേണ്ടിയിട്ട് നിങ്ങളൊന്നും പ്രവർത്തിക്കാൻ തയ്യാറല്ല. കാരണം പിന്നെ കുറച്ചൊരു മടി, ഒരു സമയത്ത് മടി എന്നുള്ളത് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നിനും മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല. പക്ഷെ അതിൻ്റെ മൂല കാരണമെന്ന് പറയുന്നത് മടിയല്ല, ജീവിതത്തിലുണ്ടായിട്ടുള്ള പല സാഹചര്യങ്ങളാണ്. കാരണം ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾ ഒത്തിരി ആക്റ്റീവ് ആയിരുന്നിരിക്കാം, നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടാവും. പലതും ചെയ്തിട്ടും നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളായിരിക്കാം, സാഹചര്യങ്ങളായിരിക്കാം, അവരിൽ നിന്നൊന്നും ഒരു പരിഗണനയോ ഒരു അപ്രിസിയേഷനോ ഒന്നും ഒരിക്കലും കിട്ടിയിട്ടുണ്ടാവില്ല. കുറേ കാലങ്ങൾ കഴിയുമ്പോൾ അപ്പോൾ അങ്ങനെയുള്ളൊരു ജീവിതത്തിൽ നിങ്ങൾക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളൊരു മടി, ഒരു ഡിപ്രസീവ് മെൻ്റൽ സ്റ്റേറ്റിലേക്ക് പോയിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ളൊരു എനർജിയാണ്. അതുകൊണ്ട് തന്നെ പക്ഷേ ജീവിതത്തിൽ ഒരു ബാലൻസ് വേണം, മനസ്സമാധാനം, സ്വസ്ഥയും വേണം എന്നുള്ളൊരു ചിന്തയുണ്ട്. പക്ഷേ നിങ്ങളായിട്ട് അതിനുവേണ്ടി പലപ്പോഴും ശ്രമിച്ചപ്പോഴും നിങ്ങളെ അടിച്ചമർത്തപ്പെട്ടിട്ടുള്ളതോ അല്ലെങ്കിൽ നിങ്ങളെ ആരും ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുകയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളെ അധികം ബാധിക്കാതെ നിങ്ങൾ എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടുക. അതേസമയം മറ്റുള്ളവർ അനാവശ്യമായിട്ട് കാരണം ഇവിടെ നിങ്ങളുടെ എനർജി വലിച്ചെടുക്കുന്ന ഒരു സിറ്റുവേഷനാണ് മറ്റുള്ളവരെ. കാരണം അവർക്ക് വേണ്ടത് നിങ്ങളിൽ നിന്ന് ലഭിക്കണം, പക്ഷെ നിങ്ങളെക്കുറിച്ചിട്ടൊരു ചിന്തയില്ലാത്തൊരു സിറ്റുവേഷൻ. ഈ ഒരു സിറ്റുവേഷനിൽ പറയുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ വീട്ടിൽ ഉള്ള ആളുകളായിരിക്കും. കാരണം ഇതൊരു പേഴ്സണൽ ലൈഫിലെ ഒരു എനർജിയാണ്, നിങ്ങളുടെ വീട്, നിങ്ങളുടെ ഫാമിലിയിലുള്ള എനർജിയാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല ചില സിറ്റുവേഷൻസിൽ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഇതാണ് ജീവിതം, ഇങ്ങനെയാണ് എല്ലാവരുടെയും വീട്ടിൽ ഇതൊക്കെ തന്നെയാണെന്നുള്ളൊരു ചിന്ത നിങ്ങളിലേക്ക് ഊട്ടി ഉറപ്പിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ വളർന്നു വന്ന സാഹചര്യത്തിൽ നിങ്ങൾ കണ്ടിട്ടുള്ളത് അച്ഛനും അമ്മയും അങ്ങനെയായിരിക്കാം, നിങ്ങൾ വിവാഹം കഴിഞ്ഞ് വീട്ടിൽ അങ്ങനെയായിരിക്കാം. അത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഈ ഒരു എനർജി നിങ്ങളുടെ ഉള്ളിലുള്ളത്. അപ്പോൾ ഇതൊരു വലിയ സംഭവമൊന്നും അല്ല എന്നുള്ളൊരു ചിന്തയായിരിക്കാം. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് എളുപ്പമല്ല ഒരു മാറ്റം കൊണ്ടുവരാൻ. കാരണം നിങ്ങൾ ഭയങ്കര ടയേർഡായിട്ട് നിങ്ങൾ ഡിപ്രസീവ് സ്റ്റേറ്റിൽ ഭയങ്കര ആൻസൈറ്റിയും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളെ മുന്നോട്ടേക്ക് നയിക്കുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് പുറത്ത് വരിക, ഈ ഒരു എനർജി ക്ലിയർ ചെയ്യുക, ഇതൊന്നും നിങ്ങൾക്ക് പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ കാരണം ഇവിടുത്തെ ഒരു സ്റ്റേറ്റ് കാണിക്കുന്നത് 4 of Cups എനർജിയാണ്. അതൊരു ഡിസപ്പോയിൻറ്റഡ്, ജീവിതം മടുത്തിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ആരോടെങ്കിലും സംസാരിക്കുക, ആരോടെങ്കിലും എന്തെങ്കിലും പറയാമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ആരോടൊന്നും തുറന്ന് സംസാരിക്കാനോ പറയാനോ മനസ്സിലാക്കാനോ ഒന്നും പറ്റുന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് ഒത്തിരി തൃപ്തി തരുന്ന കാര്യമാണ്. അപ്പോൾ ജീവിതത്തിൽ ഇനി എന്ത് ചെയ്യണം, എങ്ങനെ മുന്നോട്ടേക്ക് പോകണം എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ലൈഫ് പേർപ്പസ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നു. അതേപോലെ തന്നെ അത് എളുപ്പം സംഭവിക്കുന്ന ഒരു കാര്യമല്ല. പക്ഷേ ഇത് ചുരുക്കം ചില ആളുകളാണ് ഇതിലേക്ക് പോകുന്നത്. ഇങ്ങനത്തെ ഒരു അവസരം വരികയാണെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ അത് എല്ലാവരും ഒത്തിരി പരിശ്രമിക്കേണ്ടി വരും. മാത്രമല്ല നിങ്ങൾക്ക് സപ്പോർട്ടില്ല, നിങ്ങളുടെ ചുറ്റും നിൽക്കുന്ന ആരും തന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഫാമിലി മെമ്പേഴ്സ് ആയാലും ആരായാലും. പക്ഷേ എന്നാലും നിങ്ങൾക്ക് സഹായഹസ്തങ്ങൾ പുറത്തുനിന്നൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടുന്ന ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, സപ്പോർട്ട് സിസ്റ്റം വീട്ടിനകത്തിൽ എവിടെയെങ്കിലും ആരെങ്കിലും ഒക്കെ ഒരു സപ്പോർട്ട് നമുക്ക് എപ്പോഴും ഉണ്ടാവും. ഇപ്പോൾ ചില ആളുകൾ ഫാമിലിയിലായിരിക്കും, ചില ആളുകൾ പുറത്തായിരിക്കും, അല്ലെങ്കിൽ പുറത്ത് ഇറങ്ങി എന്തെങ്കിലും സംഘടനയുടെ ഭാഗമായിട്ട് എന്തെങ്കിലും പ്രവർത്തിക്കുക. ചിലപ്പോൾ ഒരു റിലീജിയൻ അങ്ങനെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഓരോ റിലീജിയനായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു സംഘടനയോ അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല അതിൽ നടക്കുന്ന എന്തെങ്കിലും കാരുണ്യ പ്രവർത്തനത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ കൗൺസിലിങ്ങോ അതുപോലുള്ള കാര്യങ്ങളോ മറ്റ് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് വലിയ സാമ്പത്തികമായിട്ടുള്ള
ബാധ്യത വരുത്തി വയ്ക്കാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന സാധ്യതകളുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പോവുക. കാരണം നിങ്ങൾക്കിപ്പോൾ ഒരു കൗൺസിലിങ്ങോ കാര്യങ്ങൾ അനിവാര്യമായിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് 9 ഓഫ് സോഡ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു എനർജി 9 ഓഫ് സോഡ്സ് എനർജി കണക്ഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് ലൈഫിൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള പല സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾ ഒത്തിരി ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കുന്ന എനർജിയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു കിടക്കാനുള്ള അവസരം ഇപ്പോൾ വരുന്നത്, ഒന്ന് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ള കാര്യം, നിങ്ങൾ സ്വന്തമായിട്ടൊന്നും ചെയ്യുന്നില്ല, നിങ്ങൾക്കായിട്ട് ഒന്നും, നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകുന്നത് നാളെ രാവിലെ എഴുന്നേറ്റ് ഇത് തന്നെ മോണോട്ടോണസ് ആയിട്ടുള്ള ഒരു ജീവിത രീതി, രാവിലെ എഴുന്നേൽക്കുക, വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുക, വീട്ടിലെ പണികളും മറ്റു കാര്യങ്ങളും, അല്ലെങ്കിൽ ഓഫീസ് വർക്ക് ഉള്ളവരാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുക, നേരെ ഓഫീസിലേക്ക് പോവുക, വൈകുന്നേരം തിരിച്ചു വരിക, വീട്ടിൽ വരിക, അങ്ങനെയുള്ള കാര്യങ്ങളും. അപ്പോൾ ഏത് തരത്തിലാണെങ്കിലും അത് ആ ഒരു രീതിയിൽ തുടർന്നുകൊണ്ട് പോവുക. പക്ഷെ ഒരു ലക്ഷ്യമില്ല, നിങ്ങളുടെ പെർസ്പെക്റ്റീവ്, നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകേണ്ടതെന്നൊന്നും നിങ്ങൾക്കറിയില്ല. നിങ്ങളെ മുന്നോട്ടേക്ക് നയിക്കുന്ന ആങ്സൈറ്റി, സ്ട്രെസ്, ഡിപ്രഷൻ പോലുള്ള കാര്യങ്ങളാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ ഒരു കാര്യത്തിൽ നിന്ന് പുറത്ത് കടക്കാൻ നിങ്ങൾ ആക്റ്റീവായിട്ട് ഇരിക്കേണ്ടത് അനിവാര്യമാണ്. എന്ത് കാര്യമാണോ നിങ്ങൾക്ക് മാനസികമായിട്ട് തൃപ്തി തരുന്നത് അതിൽ ഏർപ്പെടുക. അതിപ്പോൾ റിലീജിയസ് ആണോ, സ്പിരിച്വൽ ആണോ, അതല്ല മറ്റെന്തെങ്കിലും കൾച്ചറൽ ആക്ടിവിറ്റീസ്, മറ്റെന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, അതൊക്കെ നിങ്ങൾക്ക് തൃപ്തി തരുന്ന ഒരു കാര്യമാണെങ്കിൽ അതുമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി കണക്ഷൻസ് നിങ്ങൾക്ക് ഇതിലൂടെ നേടാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മാനസിക തൃപ്തി തരുന്ന കാര്യങ്ങൾ. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സ്ട്രെസ്സ് കൂടുതലുള്ളൊരു സമയമാണ്. അപ്പം പഠിത്തകാര്യത്തിനാണെങ്കിലും ഇതെങ്ങനെയാണ്, ചില പ്രത്യേകിച്ച് കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് നേടാനുണ്ടാവും, അല്ലെങ്കിൽ വിദേശത്ത് പോയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഒത്തിരി മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷേ ഇതിലേക്ക് എത്തുമോ എന്നുള്ളൊരു കോൺഫിഡൻസ് ഇല്ലായ്മ, ഇതൊക്കെ നിങ്ങളെ അലട്ടുന്ന കാര്യങ്ങളായിട്ട് ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങനെ ഇതിൽ നിന്ന് ഒഴിവാകുക എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ച് മുന്നോട്ടേക്ക് പോകേണ്ടതാണ്. ഇപ്പോൾ കൗൺസിലിംഗ് എല്ലാവർക്കും, ഇപ്പോൾ വിദ്യാർത്ഥികളാണ് ആണെങ്കിലും അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കൗൺസിലിംഗ് ആയിട്ട് പോവുക, എന്ത് കോഴ്സ് എടുക്കണം എന്നറിയാത്തവരും അങ്ങനെയുള്ളവർക്കും ഒക്കെ സഹായകരമായിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ ഈസ് ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ പ്രായമായിട്ടുള്ളവർ, ആളുകൾ, ഇപ്പോൾ അതേപോലെ തന്നെ വീട്ടമ്മമാർ, അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളവും ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ടുന്ന സമയമാണ്. ചില ആളുകളെ സംബന്ധിച്ച് ഇത് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നിങ്ങൾ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്നു എന്നുള്ളതും. നിങ്ങൾ ചില ആളുകളെ സംബന്ധിച്ച് ഇവിടെ കാണിക്കുന്ന, ഇപ്പോൾ പ്രായമായിട്ടുള്ള ആളുകൾ, ഒരു 65 ഒക്കെ ആയിട്ടുള്ള ആളുകൾ, പിന്നെ വിദേശത്തുള്ള ആളുകളും ചില ആളുകൾ നാട്ടിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ നാട്ടിൽ അവർക്കായിട്ട് അവരുടെ കാര്യങ്ങൾ നോക്കാൻ അവർക്ക് പ്രത്യേകമായിട്ടുള്ളൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിൽ സ്വന്തമായിട്ടൊരു വീട് അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു അപ്പാർട്ട്മെൻറ്റ് പോലെ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ചില ആളുകൾ നോക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അവിടെ ആളുകളുണ്ട്, പക്ഷേ എന്നാൽ നോക്കാൻ അതേസമയം തന്നെ ചുറ്റുപാടും ആളുകളുണ്ട്. അതായത് അവരുടെ ഹെൽത്ത് കാര്യങ്ങളൊക്കെ നോക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് തീരുമാനിക്കുന്നു. പഴഞ്ചൻ ചിന്താഗതി മാറ്റി വെച്ചിട്ടൊരു ആ ഒരു കൺസെപ്റ്റ്, അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവായിട്ടുള്ള ചിന്ത, വൃദ്ധന്മാർ അല്ലെങ്കിൽ വൃദ്ധസദനം, ആ ഒരു ചിന്തയിൽ നിന്ന് മാറി ഇപ്പം അത് മോർ ആ ഒരു പ്രായമാകുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ ആളുകളുണ്ട് നല്ല രീതിയിൽ എന്നുള്ള ചിന്തയിലേക്കും, അങ്ങനെ ഒരു ഇതിലേക്ക് വിദേശത്തു നിന്നുള്ള ചില ആളുകൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ക്യൂൻ ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ മറ്റ് പല ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോകാം. അപ്പോൾ പൊതുവെ ഈ ഒരു മാസം എന്ന് പറഞ്ഞ മാസത്തിൻ്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ ആദ്യത്തെ 2 ആഴ്ച പൊതുവെ ഒരു നെഗറ്റീവ് ഫീലാണ്. പക്ഷേ സെക്കൻഡ് വീക്കിലേക്ക് വരുംതോറും, മുന്നോട്ടേക്ക് പോകുന്തോറും നിങ്ങളെ സംബന്ധിച്ച് പല കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കുന്നു, തീരുമാനങ്ങൾ എടുക്കുന്നു ജീവിതത്തിൽ. അങ്ങനെയുള്ള ഒരു ലെവലിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ടുള്ള ഒരു സൂചന ഇവിടെ തരുന്നുണ്ട്. അപ്പോൾ ലൈഫിൽ ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരികയും ജീവിതം നിങ്ങൾ വീണ്ടും നിങ്ങൾ ജീവിതം ആസ്വദിച്ച് തുടങ്ങുകയാണ് എന്നുള്ളതാണ്. കാരണം ഇവിടെ സ്റ്റാർ ഓഫ് കപ്സ് എനർജിയാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടുന്ന ഒരു, നിങ്ങൾ എന്താണോ ആഗ്രഹിച്ച ഒരു കാര്യം നിങ്ങൾക്ക് നേടാനായിട്ട് പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് ദൈവികമായിട്ടുള്ള ഒരു അനുഗ്രഹം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. ദൈവാനുഗ്രഹം, പല കാര്യങ്ങളും ദൈവാനുഗ്രഹം ഉള്ളതുകൊണ്ട് നടന്നു പോകുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ആ ഒരു രീതിയിലേക്കുള്ള ഒരു ഫീലിംഗ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്ഭുതങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളൊരു ഫീലിങ്ങിലേക്ക് വരാം. പ്രത്യേകിച്ച് ഈ ഒരു മാസം അവസാനിക്കുമ്പോൾ പല നല്ല ശുഭവാർത്തകളും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. നിങ്ങളുടെ ആഗ്രഹ
സബലീകരണം, പുതിയ അവസരങ്ങൾ ജീവിതത്തിലേക്ക് വരുന്നു. നിങ്ങൾ ശരിയായിട്ടുള്ള പാതയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനൊരു തെളിവ് ഒരു ദൈവം മുന്നിലൊരു കാണിച്ചു തരാണ് നിങ്ങൾക്ക്. അതായത് നിങ്ങൾ ശരിയായിട്ടുള്ള പാതയിലാണ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് നക്ഷത്രങ്ങൾ അല്ലെങ്കിൽ ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങൾക്ക് വഴികാട്ടി തരുന്നു എന്നുള്ളൊരു എനർജിയിലേക്ക് സൂചിപ്പിക്കുന്നു. പലതും നിങ്ങൾ നേടാൻ ആഗ്രഹിച്ചത് നേടുന്നു. മനസ്സമാധാനം സ്വസ്ഥയുള്ള ജീവിതത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു ഫീല് നിങ്ങളിൽ തന്നെ വരികയാണ്. ഈ ഒരു മാസം അവസാനമൊക്കെ ആകുമ്പോൾ ആ ഒരു എനർജിയിലേക്ക് വരുന്നതായിട്ടുള്ളൊരു സൂചനയും തരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.